ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ. നമ്മൾ PYQയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 2025-ൽ 2026-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം എന്നാണ്? 1948 ഡിസംബർ 10-നാണ് അല്ലേ? എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? എന്നാണ്? ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? ഡിസംബർ 10-നാണ്. PYQ ആണ് കേട്ടോ. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1948 ഡിസംബർ 10-നാണ്. എന്നാൽ 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993 സെപ്റ്റംബർ 28-ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8-ഉം വകുപ്പുകളുടെ എണ്ണം 45-ഉമാണ് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8-ആണ്. വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 45-ആണ്. നമുക്ക് ആ 8 അധ്യായത്തിലും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അധ്യായം 1 എന്താണ്? പ്രാരംഭികമാണ് പറയുന്നത്. അധ്യായം 2-ൽ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 2-ആണ്. അധ്യായം 3-ൽ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നു. അധ്യായം 4-ലാണെങ്കിൽ നടപടിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അധ്യായം 5-ലാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 6-ലാണെങ്കിൽ മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നു. 7-ലാണെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ടുകൾ, ഓഡിറ്റ് എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. അധ്യായം 8-ൽ എന്താണ് പറയുന്നത്? മിസലേനിയസ് ആണ്, പല വകയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ നോക്കേണ്ട അധ്യായങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അധ്യായം 2. അതിലെന്താണ് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഉൾക്കൊള്ളുന്നത് ഏതിലാണ്? അധ്യായം 2-ലാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ഉൾക്കൊള്ളുന്ന അധ്യായം ഏതാണ്? 5-ആണ്. അധ്യായം 5-ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 2ഉം 5 കേട്ടോ, ഓർത്തിരിക്കണേ. ഇനി ഈ നിയമം നമുക്കറിയാം 2019-ൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ 2019-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് നമ്മുടെ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് അമിത് ഷായാണ് കേട്ടോ. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് അത് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2019 ജൂലൈ 8-നാണ് അത് എന്താണ് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2019 ജൂലൈ 8-നാണ് അമിത് ഷാ ഈ ഒരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. അത് ലോകസഭ എന്നാണ് പാസ്സാക്കിയത്? അറിഞ്ഞിരുന്നാൽ മതിയേ. എന്നാണ് ലോകസഭ പാസ്സാക്കിയത്? 2019 ജൂലൈ 19-നാണ് ലോകസഭ ഇത് പാസ്സാക്കുന്നത് കേട്ടോ. ലോകസഭ ഈ ബില്ല് പാസ്സാക്കുന്നത് എന്നാണ്? 2019 ജൂലൈ 19-നാണ്. രാജ്യസഭയാണെങ്കിലോ 2019 ജൂലൈ 22-നാണ് രാജ്യസഭ പാസ്സാക്കുന്നത് കേട്ടോ. രാജ്യസഭ എന്നാണ് പാസ്സാക്കുന്നത്? 2019 ജൂലൈ 22-നാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ്? ജൂലൈ 27-നാണ് കേട്ടോ. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ജൂലൈ 27-നാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതെല്ലാം ഈ ഭേദഗതി 2019 ലോകസഭ പാസ്സാക്കിയത് എന്നാണ്? 2019 ജൂലൈ 19-നാണ്. രാജ്യസഭ പാസ്സാക്കുന്നത് ജൂലൈ 22-നാണ്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ്? 2019 ജൂലൈ 27-നാണ്. ഇനി ഈ ഭേദഗതിയിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഈ 2019 ഭേദഗതിയിൽ അവരുടെ എന്താണ് യോഗ്യത മാറ്റിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാൻ കഴിയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരു വ്യക്തിയായിരിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ഇരിക്കേണ്ടത്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാക്കി? 3 വർഷം 70 വയസ്സാക്കി. 3 വർഷം 70 വയസ്സ്. എത്രയാണ് കാലാവധി? 3 വർഷം 70 വയസ്സ്. സംസ്ഥാനത്തും 3 വർഷം 70 വയസ്സാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. അതിലൊരെന്തായിരിക്കണം? വനിത നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ എത്ര പേര്? 3 പേര് മനുഷ്യാവകാശങ്ങളെ പറ്റിയിട്ടുള്ള പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. നിർബന്ധമായിട്ടും അതിലൊരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഈ ഭേദഗതി നിയമപ്രകാരം വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ
പുനർനിയമനത്തിന് യോഗ്യരാണ്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് എന്തല്ല, ആ ഒരു ഇത് ബാധകമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണ്. അങ്ങനെ തന്നെ പഠിക്കണേ, പുനർനിയമനത്തിന് യോഗ്യരാണ്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് എന്താണ്, അത് ബാധകമല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ഒരു കേസുകളൊക്കെ നൽകാമെന്ന് ഭേദഗതി പറയുന്നുണ്ട്. ഈ 2019 ഭേദഗതി എന്താണ് പറയുന്നത്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങളാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ഒരു പരാതിയൊക്കെ നൽകാമെന്ന് ഭേദഗതി പറയുന്നുണ്ട്. ഇനി ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരമുള്ളത്. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പരാതികളൊക്കെ നോക്കാനുള്ള അധികാരമായിട്ടുള്ളതെങ്കിലും ഡൽഹിയുടെ കേസിൽ വരുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരമുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഒരുപാട് നമ്മൾ ഈ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് നമ്മുടെ ഈ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് നിലവിൽ വന്നത്, 1993 ഒക്ടോബർ 12. ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്, ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു അല്ലേ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്, രംഗനാഥ മിശ്ര. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്, അത് KG ബാലകൃഷ്ണനാണ്. ഇനി മലയാളി വനിത ചോദിച്ചാൽ അതാരാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. ആദ്യത്തെ ചെയർമാൻ ആരാണ്, രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ KG ബാലകൃഷ്ണനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഇപ്പോൾ മുന്നെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യാവകാശ സംരക്ഷണ ചെയർമാൻ ആകാത്ത വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം, നമുക്കൊന്നും മിസ്സാക്കണ്ട. ആദ്യം തൊട്ട് നോക്കാം. ആദ്യം രംഗനാഥ് മിശ്ര, പിന്നെ MN വെങ്കിടച്ചെല്ല. ഇത് ഓർഡറിൽ തന്നെ പോകണമെന്നില്ല, നമ്മൾ ആ ഒരു പേരുകൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. MN വെങ്കിടച്ചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, ശിവരാജ് പാട്ടീൽ, P പാട്ടീൽ, രാജേന്ദ്ര ബാബു, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, KG ബാലകൃഷ്ണൻ, സിറിയക് ജോസഫ്, HL ദത്തു, PC പന്ത്, അരുൺ കുമാർ മിശ്ര, വിജയ് ഭാരതി സയാനി, നിലവിലാരാണ്, V രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇത്രയും പേരെ ഒന്ന് എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെ തന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പെടാത്തത് ഏത്, ഇതിലായവരാരൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് കേട്ടോ. ചെയർപേഴ്സൺ ഉൾപ്പെടെ ചോദിക്കുകയാണെങ്കിൽ 6 പേര്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ്, ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് കേട്ടോ. ഈ 5 സ്ഥിര അംഗങ്ങളെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണത്, സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു അംഗം, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്നും 3 അംഗങ്ങൾ. അതിലൊരാൾ എന്തായിരിക്കണം, വനിതയായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ 5 പേരാണ് സ്ഥിര അംഗങ്ങളായിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഒന്നും കൂടെ പറയാം, മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണ്, സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, പിന്നെ ആരാണ്, പിന്നെ 3 പേരുള്ളത് മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട് അറിവുള്ള ആളുകളായിരിക്കണം. അതിലൊരാൾ എന്തായിരിക്കണം, നിർബന്ധമായിട്ടും വനിതകളായിരിക്കണം. ഇനി നമുക്ക് എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ കൂടെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെയാണത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണർ. അപ്പോൾ ഇത്രയും പേരാണ് അതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ളത്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ
ആരൊക്കെയാണ്? പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കമ്മീഷൻ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതാരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ. പിന്നെ ആരാണ്? ലോകസഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. അപ്പോൾ ഇത്രയും പേര് കൂടിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടാകും, ലോകസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും, ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് കേട്ടോ പഠിക്കാനുള്ളത്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നൊരു ടോപ്പിക്കാണത്. എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇരയോ അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഏതെങ്കിലും വ്യക്തി സമർപ്പിച്ച നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശത്തിന്മേലോ ഉത്തരവിന്മേലോ അന്വേഷണ വിചാരണ നടത്തുക. കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ തീർപ്പാകാതിരുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയിലും ഇടപെടാനുള്ള ചുമതല. ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കാൻ വേണ്ടിയിട്ട് സന്ദർശിക്കുകയും അതിന്മേൽ സർക്കാരിനൊക്കെ ശുപാർശകളൊക്കെ നൽകുകയും ചെയ്യുക. മനുഷ്യാവകാശങ്ങളുടെ അനുഭവാവകാശം തടയുന്ന ഭീകരപ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുകയും ഉചിതമായിട്ടുള്ള പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡിലൊന്ന് ഓർമ്മയുണ്ടാവും അല്ലേ? ഇനി നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വകുപ്പുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ നോക്കാനുണ്ട്. പ്രിലിംസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതൊക്കെ VFAക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. വകുപ്പ് 4 എന്താണ് പറയുന്നത്? ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ച് പറയുന്നത്. ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ആണ്. 5 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും കുറിച്ചാണ്. ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി നിശ്ചയിക്കുന്നത് ആർട്ടിക്കിൾ 6 പറയുന്നത്. കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരെയും കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 11 കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 12 ഇത് ഇത്രയും ഈ 5 എണ്ണവും പഠിച്ചിരിക്കണേ. 4 എന്താണ് പറയുന്നത്? ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനമാണ്. 5 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമാണ്. 6 അവരുടെ കാലാവധിയാണ്. 11 കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരെയും കുറിച്ച് പറയുന്നൊരു വകുപ്പാണ്. 12 കമ്മീഷൻ്റെ ചുമതലകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വർഷം പറഞ്ഞോളൂ, എത്രയാണ്? 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഏതാണ് വർഷം? 98 ഡിസംബർ 11. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? MM പരീത് പിള്ളയായിരുന്നു കേട്ടോ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? MM പരീത് പിള്ള. ഇനി എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഘടന? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് കേട്ടോ. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. അപ്പോൾ ടോട്ടൽ അവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 പേരാണ്. അതിലൊരാൾ ചെയർപേഴ്സണും 2 അംഗങ്ങളും. ആ 2 അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത്. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവ് പ്രായോഗിക പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഈ 2 ക്വാളിഫിക്കേഷനാണ് ആ 2 അംഗങ്ങൾക്ക് വേണ്ടത്. ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ 7 വർഷം ആ ഒരു സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം എങ്ങനെയാണ്? മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അറിവുകൾ ഉണ്ടായിരിക്കണം.
അങ്ങനെയാണ് ഈ 2 അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഒരു ചെയർപേഴ്സണും, അങ്ങനെ 3 പേരാണ്. കൂടാതെ സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടൊരു സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. നിലവിൽ ആ സെക്രട്ടറി എന്ന് പറയുന്നത് KR സുചിത്രയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാന കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സെക്രട്ടറി ആരാണ്? KR സുചിത്രയാണ് കേട്ടോ. നിലവിൽ ഓർത്തിരിക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. ഇനി അവരെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ ശുപാർശ ചെയ്യാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണത്? മുഖ്യമന്ത്രി വേണം, നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കണം, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കണം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കമ്മീഷൻ ചെയർപേഴ്സണെ ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കണം, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഈ കാലാവധി എത്രയാണ്? 3 വർഷം 70 വയസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ. 2 സ്ഥലത്തും എന്താണ്? അവർ പുനർനിയമനത്തിന് അർഹരാണ്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു ഇത് ബാധകമല്ല. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിങ്ങളിത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? അത് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടയിൽ കയറി വന്നതാണ് കേട്ടോ. ഏതാണ്? CRC ആണ് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാറാണ് CRC എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും അതിൻ്റെ ഇടയിൽ കയറി വന്നതാണ് കേട്ടോ. ന്യൂയോർക്കിലാണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ട്? മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? എത്രയാണ്? 30 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. 30 അനുച്ഛേദങ്ങൾ. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലുള്ള അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 30. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലേ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത് കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും മറന്നു പോകരുതേ. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്, വോട്ടവകാശം, നികുതി, തൊഴിൽ, മതപരമായ അവകാശങ്ങൾ, സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾ. ഇതിൽ മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൽ വരുന്നത് കേട്ടോ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ബി ആണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിലും ഇതേ കാലാവധി തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, അംഗം മാനസികമോ ശാരീരികവുമായ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു, അംഗത്തിൻ്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ, ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മികത അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ കൊടുത്തതെല്ലാം എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണങ്ങളാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ്? കമ്മീഷൻ അംഗം പാപ്പരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ കാരണം കൊണ്ട് കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യാവുന്നതാണ്. അംഗം മാനസികമോ ശാരീരികവുമായ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അംഗത്തിൻ്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് മാനസികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണെന്ന് ഒരു കോടതി എന്താണ് വിധിക്കുകയാണെങ്കിലും അദ്ദേഹത്തെ എന്താണ് ആ കമ്മീഷനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. ഇനി അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിലും അദ്ദേഹത്തെ എന്താണ് ആ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം കാരണമായിരിക്കും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഈ 3 മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി, ഡിസംബർ 10 ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല ധാർമ്മികമായവ മാത്രമാണ്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നതാണ്. മനുഷ്യാവകാശങ്ങൾ എന്താണ്? നമ്മുടെ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുമുള്ള അധികാരം. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ആളായിരിക്കണം. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായിട്ടുള്ളത് മാത്രം നോക്കാവേ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം എന്തുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. കൂടാതെ ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമുള്ള ചുമതല ഇവർക്കുണ്ട്. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം ഇവർക്കുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. 93 അല്ല 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തായിട്ടുള്ളത്? സ്ഥാപിതമായിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേയുള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ, ഒരു പാറ്റേൺ ആണിത്. അവരുടെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും എന്താണ്? ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. അവർക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് അവർക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. മനുഷ്യാവകാശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യാവകാശവും വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരാവകാശം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്